എനിക്ക് ഇന്നലെ വരെ എനിക്ക് ആ മനുഷ്യൻ്റെ അടുത്ത് രാഷ്ട്രീയ വിയോജിപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്നലെ മുതലാണ് അയാളുടെ അടുത്ത് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നം വരുന്നത്. അയാൾ ജൂൺ 9 ഞാൻ ശ്രീലങ്കൻ യാത്ര നടത്തുന്ന സമയത്ത് എനിക്ക് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ ഫോട്ടോയ്ക്ക് ഒരു ഹാർട്ടിൻ്റെ ഇതിട്ടുകൊണ്ടാണ് മൂപ്പര് ഫസ്റ്റിൽ ചാറ്റ് തുടങ്ങിയത്. അപ്പം ശ്രീലങ്കയിൽ പോകാനുള്ള പ്ലാൻ ഉണ്ട്, അതിനെക്കുറിച്ച് അറിയണമെന്ന് പറഞ്ഞു. ഞാൻ യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പം ആരെങ്കിലും അങ്ങനത്തെ ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നോർമലി ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കാറുണ്ട്. ബിക്കോസ് അവർ യാത്ര ചെയ്യാൻ താല്പര്യപ്പെട്ട് വരുന്ന മനുഷ്യനായിരിക്കും. അപ്പോൾ ഇയാൾക്ക് ശ്രീലങ്കയിൽ പോകാനാണ് താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ ഞാനതെല്ലാം വിശദീകരിച്ചു. ലാസ്റ്റ് നിലമ്പൂർ ഇലക്ഷനെ കുറിച്ച് പുള്ളി സംസാരിച്ചു. ആ കോൺവെർസേഷൻ അവസാനിക്കുന്നത് നിലമ്പൂർ ഇടത് സ്ഥാനാർത്ഥി തോൽക്കെന്ന് പറഞ്ഞിട്ടാണ്. അത് തീർന്നു. രാവിലെ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് വീണ്ടും ഞാൻ മെസ്സേജ് കണ്ടു. പക്ഷെ അതെനിക്ക് അത്ര ആ ചാറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. സോ ഞാനത് ചെയ്തില്ല. ഇന്നലെ യൂത്ത് കോൺഗ്രസിലെ ഒരു പ്രവർത്തക എൻ്റെ അടുത്ത് വന്നിട്ട് ഇയാൾ ആ ചാറ്റ് എന്തുകൊണ്ടാണ് എന്നോട് ചെയ്യാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞതാണ് എനിക്ക് ഈ വിഷയത്തിലെ പ്രശ്നം എന്ന് പറയുന്നത്. കാരണം പുള്ളി ആ ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷനെ കുറിച്ചിട്ട് ഈ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ പോയിട്ട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അയാളോട് അങ്ങോട്ട് പോയി ചാറ്റ് ചെയ്തു എന്നും ഇതൊരു സ്ഥിരം ശീലമാണെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇത് വലിയ ഗമയായിട്ടാണ് പറയുന്നത്. ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്നിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്നതിനെ വലിയ ഒരു സംഭവമായിട്ട് കാണുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ചും നമ്മുടെ സ്ത്രീകൾ ഇത്തരം പ്രശ്നങ്ങൾ പറയാൻ നല്ലോണം മടിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇത്തരം മനുഷ്യർ പുറത്ത് പറഞ്ഞുണ്ടാക്കുന്ന കഥകൾ നമ്മുടെ ആൾക്കാർ കൂടെ എന്ന് പറയുന്നത് ആ തുറന്നു പറച്ചിൽ വരെ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിനുശേഷം സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ്. അപ്പോൾ ഈ ഒരു ഭയം കൊണ്ട് നമ്മുടെ പെൺകുട്ടികൾ പലരും പുറത്തേക്ക് വരാൻ മടിക്കുന്നുണ്ട്. രാഹുലിന്റെ വിഷയത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറയുന്ന ഒരാളെ ഭയന്നിട്ടായിരിക്കും ഈ സ്ത്രീകൾ പുറത്തേക്ക് വരാത്തത്. ഇപ്പോൾ പേഴ്സണലി പറഞ്ഞാൽ എനിക്കറിയാം ആളുടെ ഇതിൽ പെട്ടുപോയ സ്ത്രീകളെ കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട്. കോടതി പോലും അവരുടെ പേരുകൾ പറയാൻ അനുവദിക്കാത്തൊരു സാഹചര്യത്തിൽ ഞാൻ പറയാൻ പാടില്ല. പക്ഷെ അവരൊക്കെ കടന്നു പോകുന്ന ട്രോമയെക്കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട്. ആ വേദനയും കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇയാളെ എക്സ്പോസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇരകളെ കുറിച്ചും എനിക്ക് ധാരണയുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും അവരുടെ അനുമതി ഇല്ലാതെ ഞാൻ അവരെ കുറിച്ച് പറയാൻ തയ്യാറല്ല. എനിക്ക് എന്റെ വിഷയം പറയാമല്ലോ. അവര് വളരെ ഭീകരമായ ട്രോമയിലേക്കൂടെ പോകുന്ന സ്ത്രീകളുണ്ട്. ഈ ഹണിയെ കുറിച്ച് രാഹുൽ പറഞ്ഞത് ഏത് തരത്തിലാണ്? അത് സെക്ഷലി പോർട്രേ ചെയ്യുന്ന തരത്തിലാണോ അതോ എങ്ങനെയാണെന്നാണ് അവർ പറഞ്ഞത് മനസ്സിലായത്? പുള്ളി അതിനെ കണക്കാക്കുന്നത് വിരുദ്ധ രാഷ്ട്രീയത്തിൽപ്പെട്ട ഒരു സ്ത്രീയോട് പോലും അവരെ പോലും വളയ്ക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരാളായിട്ടാണ് പുള്ളി അതിനെ പ്രൊജക്ട് ചെയ്യുന്നത്. ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയാണോ പിന്നീട് ഇക്കാര്യം പറയുന്നത് അതോ? അതെ, അയാളുടെ കൂടെ നടക്കുന്ന, അയാളോട് നിരന്തരം ഇടപെടുന്ന ഒരാൾ പറഞ്ഞിട്ട് വളരെ കൃത്യമായിട്ട് എൻ്റെ ഒരു സുഹൃത്തിലേക്ക് എത്തുകയും അവരതിന് മറുപടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അത് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണെന്ന് എനിക്ക് ബോധ്യപ്പെടുന്നത്. ആദ്യത്തെയും അവസാനത്തെയും കോൺവെർസേഷൻ ആണത്. ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങളെ കുറെ പേർക്കുണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എൻ്റെ സുഹൃത്തുക്കളിൽ പെട്ടവർക്ക് തന്നെ അനുഭവമുണ്ട്. അപ്പം യൂത്ത് കോൺഗ്രസിലെ പ്രധാന പ്രശ്നമായിട്ട് ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ കാര്യം, ഷാഫി പറമ്പിലിന് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. അയാളിലെത്തുന്ന പരാതികൾ എങ്ങോട്ടും എത്താറില്ല എന്നുള്ളതാണ്. ഒരു സമൂഹത്തിൽ ഇത്രയും തലപ്പത്ത് ഉയർന്ന ഒരു പൊസിഷനിലിരിക്കുന്ന ആളുകളെ ഇത്രയും സ്ത്രീകൾ ഇത്തരത്തിലുള്ള കാണുന്നതിനെ കുറിച്ച് എന്താണ്? എനിക്കിതിലെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് നമ്മുടെ അധികാരം അല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്ന വലിയ ഇടം അതൊക്കെ ഇരപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളിടത്താണ് എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മളിപ്പം സാഹിത്യോത്സവങ്ങൾ നടക്കുമ്പോൾ തന്നെ നമ്മൾ കാണാറുണ്ട്. അവിടെയൊക്കെ പല മനുഷ്യരും ഇത്തരം കാര്യങ്ങളുമായിട്ട് ഇടപെടുന്നത് തന്നെ അവർക്ക് വേണ്ടുന്ന ഇരയെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് രാഷ്ട്രീയത്തിലാവുമ്പം വളരെ എളുപ്പവുമാണ്, പ്രത്യേകിച്ചും ഉന്നത പദവിയിലിരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച്. ഇതിപ്പം ഹണിയോട് നേരിട്ടൊരു സംഭാഷണം രാവിലെ നടത്തി. അതിനുശേഷം മറ്റൊരാൾ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യമാണ് ഹണി ഇപ്പം പൊതുസമൂഹത്തിന് മുന്നിൽ പറയുന്നത്. അത് ഇൻഡിവിജ്വലായിട്ട് വെരിഫൈ ചെയ്യാൻ കഴിഞ്ഞിരുന്നു, അതിനെന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും അവർ തങ്ങളോട് പറഞ്ഞിരുന്നോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഈ കോൺഗ്രസ്സുകാരുടെ അടുത്തേക്ക് ഞാൻ പറഞ്ഞിട്ട് അത് എത്തില്ലല്ലോ. ഞങ്ങള് തമ്മിൽ നടന്ന ഒരു ചാറ്റ് കോൺവെർസേഷൻ അയാൾ പറയാതെ അയാളുടെ കൂട്ടങ്ങളിൽ എത്തില്ലല്ലോ. ഇതിപ്പോ ആദ്യമായിട്ട് ആണ് ഈ ആരോപണങ്ങൾ ഇങ്ങനെ വരുന്നത്. എനിക്ക് മെസ്സേജ് അയക്കുന്നത് ഗമ പറയുന്നതിനപ്പുറത്തേക്ക്
ഈ എല്ലാ അതിർവരമ്പും ലംഘിക്കുന്ന തരത്തിലുള്ള സംഭാഷണം അയാൾ നടത്തിയിട്ടുണ്ടോ? ഏത് തലത്തിലാണ് അയാൾ ഈ ഒരു സംഭാഷണം നടത്തിയിട്ടുള്ളത്? എന്റെ അടുത്ത് അയാൾ മോശം സംഭാഷണം ഈ നടത്തിയിട്ടില്ല. സദസ്സിലിരുന്ന ഹണിയെ കുറിച്ച് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് എനിക്ക് മെസ്സേജ് അയക്കുന്നു എന്ന് ഗമ പറയുന്നതിന് അപ്പുറത്തേക്കുള്ള തലത്തിലേക്ക് അത് പോയിട്ടുണ്ടോ? അത് മോശമായിട്ട് തന്നെയാണ്. കാരണം ഒരാളുടെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് യാത്രയെ കുറിച്ച് ചോദിക്കുക, അവിടെ ചെന്നിട്ട് എന്നോട് എന്തോ അടുപ്പമുള്ള, എന്നോട് ഭയങ്കര കൂട്ടുകൂടാൻ, അയാളുടെ ലാംഗ്വേജ് ഡെഫിനറ്റ്ലി ഇതായിരിക്കില്ലല്ലോ. എനിക്കത് മീഡിയന്റെ മുന്നിൽ പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പം അവരെന്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് മുട്ടാൻ വരുന്ന സ്ത്രീയായിട്ടും അയാളുടെ പത്രാസ് കണ്ടിട്ട് പിന്നാലെ പോകുന്ന സ്ത്രീയായിട്ടുമാണല്ലോ അയാൾ അതിനെ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത്. അത് തന്നെ വലിയ അശ്ലീലമല്ലേ? ഇപ്പോ ഹണി നിയമ നടപടിക്ക് പേര് പറയുന്നത് ഹണി ആയിരിക്കും. ആ സാഹചര്യത്തിൽ ചോദിക്കുകയാണ്, എന്തുമാത്രം തെളിവ് ഇപ്പൊ ഒരു പരാതിയുമായിട്ട് അല്ലെങ്കിൽ ലീഗൽ ആക്ഷൻ ആയിട്ട് പോവുകയാണെങ്കിൽ എന്തുമാത്രം തെളിവ് നമ്മുടെ കയ്യിലുണ്ട്? ആ ഇരയാക്കപ്പെട്ട സ്ത്രീകളെ കുറിച്ച് എനിക്ക് പറയാനുള്ള യാതൊരുവിധ അധികാരവുമില്ല. ഞാനത് ചെയ്യുകയും ചെയ്യില്ല. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇരകളുടെ അനുവാദമില്ലാതെ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി അത്തരം വിഷയങ്ങളിൽ നിന്ന് സ്ത്രീകൾ ആദ്യം പുറത്തു കിടക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ബാക്കി എല്ലാം ഉള്ളൂ. ആ ട്രോമയിൽ നിന്ന് വെളിയിൽ വരിക എന്നുള്ളതാണ്. അതിനുശേഷം ബാക്കിയുള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ ആലോചിക്കുന്നുണ്ടോ? ഞാൻ ഇതുവരെ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. കാരണം അയാൾ ആൾക്കൂട്ടങ്ങളിൽ ഇരുന്നിട്ട് പറയുന്ന കാര്യങ്ങളാണല്ലോ ഇത്. അതിൻ്റെ ഒരു തെളിവ് ശേഖരണം എന്ന് പറയുന്നത് കുറെ കൂടെ നമ്മൾ മുൻപോട്ട് പോകാനുണ്ട്. ഞാൻ പുറത്തുള്ള ഒരാളാണ്. നമ്മൾ 10 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യുന്ന ആളാണ്. അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. ഈ പറഞ്ഞ ആളുകളോട് അതിൽ എന്തെങ്കിലും തെളിവുകളുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ചോദിക്കുന്ന, അപ്പോൾ അവരെന്താണ് പറഞ്ഞത്? വെറുതെ അവർ ശത്രുതയുടെ ഭാഗത്തു നിന്ന് പറയുകയാണോ, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് തെളിവുകൾ? ശത്രുതയുടെ ഭാഗത്തു നിന്ന് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ പറയാന്ന് പറയുന്നത് കുറെ ബുദ്ധിമുട്ടല്ലേ? കാരണം അയാളുടെ തോളിലെ കൈയിട്ട് നടക്കുന്ന മനുഷ്യർ തന്നെ നേരിട്ട് പറഞ്ഞിട്ടാണ്. അതുപോലെ തന്നെ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന വേറെ രണ്ടിടത്തെത്തുന്നത്. അതെ അതെ അതെ. ഇത് ഇത്രയും കാലം സഖാക്കള് രാഹുലിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നല്ലോ. പക്ഷേ ഇത് കൃത്യമായിട്ട് എനിക്കറിയാം. ഞാൻ അയാളോട് സംസാരിച്ച വിഷയം, എനിക്ക് കോൺഗ്രസ് ഈ കൂട്ടങ്ങളുമായിട്ടൊന്നും ബന്ധമില്ല. എനിക്കവിടെ പോയി പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഈ കുറെ അധികം ആൾക്കാർ ഇരകളായിട്ടുണ്ടെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും അവരുമായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ഉണ്ടാവുമല്ലോ, ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അപ്പോ അവരിനി പരാതിയുമായിട്ട് കൂടുതൽ പേർ പരാതിയുമായിട്ട് രംഗത്ത് വരാനൊരു സാഹചര്യം ഉണ്ടോ? അങ്ങനെ നിയമ നടപടി ആലോചിക്കുന്നുണ്ടോ? ഞാൻ അവരുടെ അടുത്ത് ഡയറക്ട്ലി സംസാരിച്ചിട്ടില്ല. പക്ഷെ എന്റെ സുഹൃത്തുക്കള് സംസാരിച്ചിട്ടുണ്ട്. ഇന്നും അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടായിട്ടുണ്ട്. അവരൊക്കെ ഈ പറയുന്ന പോലെ വലിയ ട്രോമകളെ അതിജീവിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരാണ്. നമുക്ക് ആ സമയം പറയാൻ പറ്റില്ല. അല്ല, ഞാൻ ചോദിക്കുന്നതല്ല, ഈ രാഹുലിനെതിരെ ഇനിയും കൂടുതൽ ആളുകൾ, ഇന്ന് ഒരു പെൺകുട്ടി വന്നു, പേര് പറഞ്ഞില്ല, ഇപ്പൊ താങ്കൾ ഇപ്പോ രാഹുലിനെതിരെ പറഞ്ഞു, ഇനി കൂടുതൽ ആളുകൾ ഇങ്ങനെ പുറത്തു വരാൻ, മുന്നോട്ട് വരാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പൊ താങ്കൾ ഇപ്പൊ സ്വാഭാവികമായിട്ടും ഒരു മാനനഷ്ട കേസ് ഇങ്ങോട്ട് ഫയൽ ചെയ്താൽ പ്രതിരോധിക്കാൻ എന്ത് പ്രൂഫാ ഉള്ളത്? അങ്ങനെ അതിനുള്ള ധൈര്യം രാഹുലിനുണ്ടെങ്കിൽ രാഹുൽ അത് ചെയ്യട്ടെ. അപ്പൊ ഞാൻ അതിനെ ധീരമായിട്ട് തന്നെ ഞാൻ അതിനെ ഫേസ് ചെയ്യും. എനിക്ക് ഈ ഒരു വിഷയത്തിൽ യാതൊരുവിധ ക്ലാരിറ്റി പ്രശ്നവുമില്ല. ഓക്കെ.